ഹേ ഗായ്സ്, എക്സ്പ്ലോർഡ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. നമ്മൾ വീണ്ടും നമ്മുടെ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ ആയിട്ടാണ് വന്നേക്കണം. അതിൽ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ നമ്മുടെ ക്യാഷ് കൗണ്ടറിൽ ഒരു ക്യാഷറിനെ നിർത്തണം ഗൈസ്. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൽ വന്ന് വീഴും. പിന്നെ അതെടുത്ത് പിന്നെ ഷെൽഫിൽ കൊണ്ട് വെച്ച് പിന്നെ കട തുറന്ന് പിന്നെ കൗണ്ടറിൽ നിൽക്കണം. അത്യാവശ്യം നല്ല മെനക്കാട് തന്നെയാണ്. അതുകൊണ്ടൊരു ക്യാഷറിനെ നിർത്തിക്കഴിഞ്ഞാൽ കൗണ്ടറിൽ നിൽക്കണ്ട കേസ്. നമുക്ക് ഈ സംഭവങ്ങൾ വരുമ്പോൾ അതെടുത്ത് ഷെൽഫിൽ കൊണ്ട് വെച്ചാൽ മാത്രം മതി. അപ്പോൾ അത്യാവശ്യം പണി ഒഴിഞ്ഞു കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ കട എക്സ്പാൻഡ് ചെയ്തിട്ട് കുറേ പേരിനെ നിർത്താം. ഇപ്പോൾ എന്തായാലും ഒരാളിനെ നിർത്തിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ കേസ് നമുക്ക് എന്തായാലും നേരെ കടക്കാട്ടോ. പിന്നെ നമ്മുടെ ഷെൽഫ് ഫുള്ള് നമ്മുടെ ഐറ്റംസ് കൊണ്ട് ഫുൾ ഫില്ലാക്കിയിരിക്കുകയാണ്. പിന്നെ നമുക്ക് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ലൈസൻസും കാര്യങ്ങളും നമ്മൾ പർച്ചേസ് ആക്കി ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് ഐറ്റംസ് നമുക്ക് അതിൽ കിട്ടുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഷെൽഫിൽ വെക്കാൻ പറ്റുന്ന ഐറ്റംസ് ഫുള്ള് വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഫ്രിഡ്ജ് അത്യാവശ്യമാണ് ഗൈസ്. എന്നാൽ മാത്രമേ നമുക്കതിൽ എഗ്ഗും പിന്നെ ചീസും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ സംഭവങ്ങളൊക്കെ അതിൽ വയ്ക്കാൻ പറ്റുള്ളൂ. നമുക്ക് എന്തായാലും ഒരു ഫ്രിഡ്ജ് അത്യാവശ്യമാണ്. അതൊക്കെ നമുക്ക് എന്തായാലും സെറ്റാക്കാം. അപ്പോൾ നമുക്ക് ഈ ഐറ്റംസൊക്കെ എന്തായാലും ഒന്ന് സെല്ല് ചെയ്യണം കേട്ടോ. നമുക്ക് എന്തായാലും കടയൊന്ന് ഓപ്പൺ ആക്കി വയ്ക്കാം ഗൈസ്. അപ്പോൾ ഞാൻ അങ്ങനെ കടയും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആൾക്കാർ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഗൈസ്. എവിടെ ആൾക്കാരിനെയൊന്നും കാണാനേ ഇല്ല. അല്ലാത്തപ്പോൾ ഗൈസ് നിറച്ചും ആൾക്കാർ ഈ വഴി പോകണമാണ്. ഒരു കുഞ്ഞുങ്ങളെ പോലും കാണാനില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് ക്യൂ ആയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കൗണ്ടറിൽ ഇരിക്കാം കേട്ടോ. ഓക്കെ, നമുക്കിനി ബില്ലടിച്ച് കൊടുക്കാം. ഓക്കെ, നിറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് പോകുന്നുണ്ട്. കാർഡാണ് തന്നേക്കണത് ഗൈസ് നമുക്ക്. അപ്പോൾ നമുക്കിനി ഒരു $49 നമുക്ക് എടുക്കണം. ഓക്കെ, നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് പൈസയായിട്ട് തന്നേക്കണം. ഓക്കെ, കറക്റ്റ് പൈസയാണ് ഗൈസ്. നമുക്കിനി നമുക്ക് പറഞ്ഞുവിടാം. ഇയാളും ക്യാഷായിട്ടാണ് തന്നേക്കണം. നമുക്ക് $62 കൊടുക്കണം. ഒരു $50, ഒരു $10, ഒരു $1-2. പിന്നെ നമുക്ക് 88 സെൻറ്റ് കൊടുക്കണം. നമ്മൾ കണക്ക് അങ്ങനെ നോക്കി എടുക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് ഗൈസ് ഇതെന്താ സംഭവം, ഇതിൻ്റെ പേര് ഞാൻ മറന്നു. ഈ പൗഡറിൻ്റെ ഇതിൻ്റെ പേരെന്തായിരുന്നു ഗൈസ്, മറന്നു ഗൈസ്. പിന്നെ എന്തല്ലോ നമ്മുടെ ഗെയിമിന് അത്യാവശ്യമില്ലേ ഇത്തിരി ലാഗ് ഉണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തോ കുഴപ്പം വന്നിട്ടുണ്ട്. കുറച്ച് ലാഗൊക്കെ വരുന്നുണ്ട് ഗെയിമിന്. അതെന്താണെന്ന് അറിയില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കസ്റ്റമർ വന്നിട്ടുണ്ട്. ഇയാളെന്താ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നാണ് പറയുന്നത്. ഇയാൾ തൊടുന്നൊക്കെ എക്സ്പെൻസീവാണ്. എന്തെങ്കിലുമൊക്കെ എടുക്കുക ചേട്ടാ. അയാൾ ഒന്നും എടുത്തിട്ട് മിണ്ടാണ്ട് പോകുന്നുണ്ട്. ഒന്നും എടുത്തിട്ടില്ല അയാൾ. അടുത്ത 2 കസ്റ്റമർ വരേണ്ടി വരെങ്കിലും ഗൈസ് എന്തെങ്കിലും എടുത്താൽ മതിയായിരുന്നു. അതൊക്കെ എടുക്കും, അതൊക്കെ ഉറപ്പാണ്. നമുക്കെന്തായാലും നമ്മുടെ കൗണ്ടറിലോട്ട് ഇരിക്കുക, അല്ലെങ്കിൽ അവർ വന്നിട്ടിരിക്കുക ഗൈസ്. ഗൈസ് അപ്പോൾ നൈറ്റ് ആവാനായിട്ട് കേട്ടോ. അപ്പോൾ ഇയാൾ എന്തൊക്കെ എടുത്ത് ക്യാഷ് ആയിട്ടാണ് തന്നേക്കണം. കറക്റ്റ് പോയിൻ്റ് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് $4 കൊടുക്കണം തിരിച്ച്. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. ഇനി ഇവർ കാർഡാണ് നമുക്ക് തന്നേക്കണം. കാർഡ് നമുക്ക് എത്രയാണ് എടുക്കേണ്ടത്? $26 നമുക്ക് എടുക്കണം കേട്ടോ. 50 സെൻറ്റും എടുക്കണം. ഓക്കെ, എടുത്തിട്ടുണ്ട്. ഇനി ഇവരൊരു ഫ്ലോർ എടുത്തിട്ടുണ്ട്. നമുക്ക് കാർഡിൽ നിന്ന് പൈസ എടുക്കാം ഗൈസ്. എവിടെ $5 നമുക്ക് ഇന്ന് എടുക്കണം. ഓക്കെ, സെറ്റ്. ക്യാഷ് വന്നിട്ടുണ്ട്. $9 നമുക്ക് എടുക്കണം കേട്ടോ. $9 പിന്നെ 88 സെൻറ്റും നമ്മൾ കൊടുക്കണം. ഓക്കെ, നമ്മൾ കറക്റ്റായി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നൈറ്റ് ആവാനായിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ കടത്തെ ലൈറ്റും കാര്യങ്ങളും ഇടാം, അല്ലെങ്കിൽ ഇരുട്ടായിരിക്കും ഗൈസ്. പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ മുകളിലത്തെ ലൈറ്റ് നമുക്ക് ഇനിയും വെക്കാൻ പറ്റും കേട്ടോ. അത് സൂപ്പറായിട്ട്. അതാകുമ്പോൾ നമുക്ക് കട എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വീണ്ടും ലൈറ്റ് വെക്കാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ ഇവർ തന്നെ തരുമായിരിക്കും ഗൈസ് നമുക്ക് ലൈറ്റ്. അപ്പോൾ ഗൈസ് നമ്മുടെ നെക്സ്റ്റ് കസ്റ്റമറും കൂടി വന്നിട്ടുണ്ട്. നമുക്ക് എടുക്കാം. ഓക്കെ, ഇത് കാർഡാണ് തന്നേക്കണം. അപ്പോൾ നമുക്ക് കാർഡിൽ നിന്ന് പൈസ എടുക്കണം. $41 നമുക്ക് എടുക്കണം. ഞാൻ എന്താണ് ഇത് അടിച്ചു വയ്ക്കണം. ഓക്കെ, 41.32. ഓക്കെ, സെറ്റ്.
ഗൈസ് അപ്പോൾ ഇനി ഉണ്ടല്ലോ നമുക്കിനി നമ്മുടെ ഷെൽഫിൽ ഇത്രയും ഐറ്റംസും കൂടി ഉണ്ട് ഗൈസ്. ഇനി ഇതൊക്കെ ഒന്ന് തീർന്നിട്ട് നമുക്കിനി കാണാം, അല്ലെങ്കിൽ ഓവർ ലെങ്ത് വേണ്ട പറഞ്ഞിട്ടാണ് ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മുടെ കുറേ നേരത്തിന് ശേഷം നമ്മൾ നമ്മുടെ ഷെൽഫത്തെ ഐറ്റംസ് ഫുള്ള് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആകെ ഇത്തിരി നമ്മുടെ കോഫി പൗഡർ മാത്രമേ ഉള്ളൂ. അതും കൂടി കഴിഞ്ഞിട്ട് ഗൈസ് നമുക്ക് നമ്മുടെ ഐറ്റംസ് വാങ്ങിക്കണം. ഇപ്പോൾ ഏകദേശം നൈറ്റ് ആവാനായിട്ട് നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഡേ ആക്കിയിട്ട് നമുക്ക് എന്തായാലും തുടങ്ങണം. അല്ലാണ്ട് ഇന്ന് തന്നെ വാങ്ങി പറഞ്ഞാൽ അത് ബോറാവും ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ എന്തായാലും നൈറ്റ് ആവാനുണ്ട്. ഇനി നമുക്ക് എന്തായാലും ലൈറ്റും കാര്യങ്ങളും ഓട്ടോ ഓണാക്കാൻ ടൈമായി. അടുത്തൊരു കസ്റ്റമർ ഉണ്ട്, അപ്പോഴേക്കും നമുക്ക് ലൈറ്റ് ഓണാക്കി വെക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ അങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓണാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ നൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കുണ്ടല്ലോ എന്ത് കേട്ടാ നെക്സ്റ്റ് ഡേക്കുള്ള സംഭവങ്ങൾ നമുക്ക് ഇന്ന് വാങ്ങണ്ട, നാളെ വാങ്ങിക്കാം ഗൈസ്. നാളെ എന്ന് പറയുന്നത് ഗെയിമിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കണം. കുറച്ച് ഈ ഷെൽഫ് ഫുള്ള് നിറയ്ക്കണം. നമ്മുടെ കയ്യിലിപ്പോൾ $1886 ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് അത് വെച്ച് നമുക്ക് നിറച്ച ഐറ്റംസും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ കോഫി പൗഡറിൻ്റെ നമ്മൾ എന്താണ് പ്രൈസും കാര്യങ്ങളൊന്നും ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് എന്താ വെച്ചാൽ അത് ആൾക്കാർ വാങ്ങിക്കണില്ല ഗൈസ്. അത് ഒരുപാട് വിലയായിരുന്നു, അതുകൊണ്ട് ആൾക്കാർ വാങ്ങിക്കണില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഒരു $9 ആക്കിയിട്ട് ഞാൻ കുറച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഷെൽഫത്തെ ഐറ്റംസ് ഫുള്ള് തീർന്നേക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. എന്നിട്ട് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡേയും കാര്യങ്ങളും നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഷെൽഫ് നമ്മൾ ഫുള്ള് ഇന്നലെ കാലിയാക്കിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇന്നലത്തെ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഇനി നമുക്ക് ഇന്നത്തെ ഡേക്ക് വേണ്ടി നമുക്ക് ഐറ്റംസ് കാര്യങ്ങൾ വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഓർഡർ ചെയ്യണം. അവിടെ ഇതൊക്കെ ഓരോന്ന് വെച്ച് വാങ്ങിക്കണം ഗൈസ്. നമുക്കെല്ലാം ഒന്ന് വാങ്ങിക്കാം, എല്ലാം വെച്ച് വാങ്ങിക്കാം ഗൈസ്. ഇപ്പോൾ നമ്മുടെ ഇതിൽ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാം. നമ്മുടെ ലൈസൻസ് കിട്ടിയ സംഭവങ്ങളും വാങ്ങിക്കണം ഗൈസ്. അതിനുള്ള ഏർപ്പാട് നമ്മൾ ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഈ ഉള്ള സംഭവങ്ങൾ നമുക്ക് എന്തെങ്കിലും സെറ്റാക്കാം. ഇപ്പോൾ നമുക്ക് എല്ലാം ഓർഡർ കൊടുക്കാം ഗൈസ്. അല്ലെങ്കിൽ നമുക്കുണ്ടല്ലോ എല്ലാം 2 വെച്ച് വാങ്ങിച്ചാലോ. ഇതൊക്കെ ബാക്കിയിട്ട് നമുക്ക് എല്ലാം 2 വെച്ച് വാങ്ങിക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് നമ്മുടെ സീരിയൽസ് 2 വെച്ച് വാങ്ങിക്കാം. അവിടെ ബ്രെഡ് നമ്മളതൊക്കെ 2 വെച്ച് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ എല്ലാ ഐറ്റംസും നമ്മൾ 2 വെച്ച് വാങ്ങിക്കുന്നുണ്ട്. നമ്മുടെ കോഫി പൗഡറും 2 വാങ്ങിക്കാം. നമ്മുടെ ടീൻ്റെ അതും 2 വാങ്ങിക്കാം ഗൈസ്. ഇപ്പോൾ ടോട്ടൽ ഇപ്പോൾ എത്രയായി? അവിടെ ഗൈസ് ഞാൻ അറിയാണ്ട് നമ്മുടെ എഗ്ഗ് ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് ഗൈസ്. അറിയാണ്ട് ചെയ്തതാണ്, ഞാൻ എന്തോ പിടിച്ച് അമർത്തിയതാണ്. സംഭവം എഗ്ഗാണ് ഓർഡർ ചെയ്ത് വന്നത്. അതെന്തായാലും കാര്യമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ നമ്മുടെ എന്തായാലും ലൈസൻസ് എടുത്താൽ ഗൈസ്, ഇതൊന്നും വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഫ്രിഡ്ജ് വാങ്ങണം, എന്നാലേ ഈ ഐറ്റംസൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സിംഗിൾ ഫ്രിഡ്ജ് വാങ്ങാം ഫർണിച്ചറിൽ വന്നിട്ട്. ഇനി $200 കൊടുക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റേ സംഭവങ്ങളൊക്കെ ഒന്ന് ഓർഡർ ആക്കിയിട്ടുണ്ട്, അതൊക്കെ ഓർഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് അതൊക്കെ ഓർഡർ ചെയ്തിട്ട് നമുക്ക് ഇത് പിന്നെ ചെയ്യാം ഗൈസ്. നമ്മുടെ ഫ്രിഡ്ജ് പിന്നെ വാങ്ങാം, ഇത് കഴിഞ്ഞിട്ട് വാങ്ങാം ഗൈസ്. എവിടെ അത്? ഗൈസ് ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളെല്ലാം എടുത്ത് നമ്മുടെ ഷെൽഫിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലാസ്റ്റത്തെ ഈ ഒരു കോഫി പൗഡറിൻ്റെ മാത്രം നമ്മൾ വെച്ചാൽ മതി. നമ്മളെല്ലാം നല്ല വൃത്തിയിൽ നമ്മൾ വെടിപ്പാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ കഴിഞ്ഞ വീട്ടിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലങ്കോലമാക്കിയിട്ട് നമ്മൾ ഷെൽഫിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മളെല്ലാം കറക്റ്റ് നമ്മുടെ എല്ലാം ഓർഡർ വൈസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഷെൽഫിൽ നമ്മളെല്ലാം നല്ല അടിപൊളിയായി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഗൈസ് നമ്മുടെ ബാലൻസ് വന്ന് ഈ മുട്ട മാത്രമുണ്ട് ഗൈസ്. നമ്മൾ അറിയാണ്ടൊന്ന് ഓർഡർ ആക്കിയതാണ്. എന്തായാലും നമുക്കിതെടുത്ത് നമ്മുടെ സ്റ്റോറിൻ്റെ അകത്തുകൊണ്ട് വെക്കാം. ഇവിടെ എവിടെയെങ്കിലും നമുക്കൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാം ഗൈസ്. നമുക്ക് ഇതിൻ്റെ അടിയിലോട്ട് അങ്ങോട്ട് കയറ്റിയല്ലോ. ഇത് കുറച്ച് ദൂരത്തുനിന്ന് എറിഞ്ഞാലേ അത് അങ്ങോട്ട് പോകത്തുള്ളൂ. ഓക്കെ, കറക്റ്റായിട്ട് നമ്മൾ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇപ്പോൾ നോക്ക് നമ്മുടെ ഷെൽഫ് അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന്. ഇത് കണ്ടാൽ തന്നെ ആൾക്കാർ ഓടി വരും. അത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഒക്കെ സെറ്റാക്കി വെച്ചിരിക്കണം ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും മുട്ട വാങ്ങിച്ചതല്ലേ ഗൈസ്. അപ്പോൾ ഇതെന്തായാലും വെറുതെ പഴയ പോകണ്ടല്ലോ. പിന്നെ അതുകൂടാണ്ട് നമ്മളൊന്ന് ലൈസൻസ് എടുത്തപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കാൻ കുറച്ച് ഐറ്റംസും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അത് നമ്മൾ ഇതുവരെ വാങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ അത് വെക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഷെൽഫ് എന്ന് പറയുന്നത് ഫ്രിഡ്ജാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു
ഫസ്റ്റ് നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ ഐറ്റംസ് നമുക്ക് എന്തായാലും ഓർഡർ ചെയ്യാം കേട്ടോ. ഒരു മിൽക്ക് ഒന്ന് ഓർഡർ ചെയ്യാം. പിന്നെ മുട്ട നമ്മൾ ഓൾറെഡി ഒന്ന് ഓർഡർ ചെയ്തതാണ്. നമുക്കൊരു ബോട്ടിൽ വാട്ടറും വാങ്ങിക്കാം. പിന്നെ ചീസും വാങ്ങിക്കാം ഗൈസ്. നമ്മൾ ഓർഡർ ചെയ്ത് പർച്ചേസ് ചെയ്യുന്നത്. ഇനി ഇത് വെക്കാൻ നമുക്ക് നമ്മുടെ ഫ്രിഡ്ജ് ആവശ്യമാണ്. അപ്പോൾ ഫ്രിഡ്ജ് ഇവിടെ ഫർണിച്ചറിൽ കയറിയിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം ഗൈസ്. ഫ്രിഡ്ജിന് $200. നമ്മുടെ കയ്യിൽ $1358 ഉണ്ട്. പൈസ നമുക്കൊരു വിഷയമില്ലല്ലോ, നമ്മൾ എന്തായാലും ഓർഡർ ചെയ്യാം. ഓക്കെ, നമ്മൾ പർച്ചേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെളിയിൽ വന്ന് കിടപ്പുണ്ടാവും കേട്ടോ, നമുക്കൊന്ന് ഇപ്പോൾ എടുക്കാം. അപ്പോൾ ഈ സമയം നമ്മുടെ സ്റ്റോറൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റോറിൻ്റെ ന്യൂ ലുക്ക്. സൂപ്പർ മാർക്കറ്റിനൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പേര് മാറ്റണം എന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഇപ്പോൾ നമ്മളെ ഫ്രിഡ്ജ് നമുക്ക് ഉള്ളിൽ കൊണ്ട് വെക്കുക. ഇത് എവിടെ വയ്ക്കുക ഗൈസ്? ഇവിടെ വയ്ക്കണം, വേണ്ട ഇവിടെ ആയിട്ട് വെക്കാം ഗൈസ്. ഇതാണ് നല്ലൊരു ഏരിയ. കുറച്ച് ഇങ്ങോട്ട് നീക്കി അറ്റത്തായിട്ട് വെക്കാം ഗൈസ്. ഇതാണ് നല്ലത്, ഇവിടെ വയ്ക്കാം. ഓക്കെ, സെറ്റ്. നമുക്കിനി നമ്മുടെ ഐറ്റംസൊക്കെ കൊണ്ട് അതിൽ കൊണ്ട് ഫില്ല് ചെയ്യാം. ഓരോന്നോരോന്നായിട്ട് കൊണ്ട് നമുക്ക് നമ്മുടെ മിൽക്ക് ഇതിൽ കൊണ്ട് സെറ്റാക്കാം കേട്ടോ. ഇതെങ്ങനെയാണ് അത് തുറക്കാൻ പറ്റുമോ? ഓക്കെ, ഇതിങ്ങനെ വെറുതെ വെച്ച് കൊടുത്താൽ മതി നമുക്ക്. അയ്യോ, ഞാൻ എവിടെയൊക്കെയാണ് വെക്കുന്നത്? കറക്റ്റായിട്ട് നമുക്ക് വെക്കണം കേട്ടോ. അവിടെ ഒരു റോയിൽ നമുക്ക് കുറച്ച് ഫില്ലാക്കാൻ പറ്റുള്ളൂ. ഒന്നിൻ്റെ പാതി ഫില്ലാക്കാൻ പറ്റുള്ളൂ. അപ്പം 2 റാക്കെങ്കിലും മിനിമം വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ഫില്ലാക്കിയിട്ട് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് ഫുൾ അങ്ങനെ നമ്മുടെ ഐറ്റംസ് കൊണ്ട് നമ്മൾ ഫില്ലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഷെൽഫത്തെ കുറച്ച് ഐറ്റംസ് തീർന്നിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല ഗൈസ്. പിന്നെ നമ്മുടെ സ്റ്റോർ ലെവൽ 10 ആയിട്ടുണ്ട് ഗൈസ്. ഇത്ര നേരം 8 ലെവലായിരുന്നു. ഇപ്പോൾ നമ്മൾ 10 ആക്കിയിട്ടുണ്ട്. നമ്മൾ 10 ആവാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 10 ലെവലായി കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷറിനെ നമുക്ക് വെക്കാൻ പറ്റും നമ്മുടെ സ്റ്റോറിൽ. 10 ലെവലായി മാത്രം നമ്മുടെ ക്യാഷറിനെ നമ്മുടെ സ്റ്റോറിൽ വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ക്യാഷറിനെ നമുക്ക് സെറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ കയറിയിട്ട് മാനേജ്മെൻറ്റ് എടുക്കാം. മാനേജ്മെൻറ്റിൽ ഹയറിങ് എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഓൾറെഡി അതെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാഷറിനെ സെറ്റ് ചെയ്യണമെങ്കിൽ ഹയറിങ് കോസ്റ്റ് വന്നിട്ട് $100 ആണ് ഗൈസ്. പിന്നെ ഡെയിലി വേജ് വന്നിട്ട് $80 ആണ്. അതിനുള്ള ആസ്തിയൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ ക്യാഷറിനെ ഹയർ ചെയ്യാം. ഹയർ ചെയ്ത് കഴിഞ്ഞാൽ പൊളിയാണ് ഗൈസ്. നമുക്ക് അത്യാവശ്യം അത്ര പണിയൊന്നും എടുക്കണ്ട. നമുക്ക് എന്തായാലും ഹയർ ചെയ്യാൻ പോകുന്നു ഗൈസ്. ഹയർ ചെയ്തിട്ടുണ്ട്. ഇതെന്താ ഹയർ ഫയറാണ് തോന്നടാ. ഓക്കെ, സമയം ഇവിടെ ഒരു ക്യാഷ് കൗണ്ടറിൽ നമ്മുടെ ക്യാഷർ വന്ന് സെറ്റായി നിന്നിട്ടുണ്ട് കേട്ടോ. ഇതെന്തായാലും പൊളിച്ചു ഗൈസ്. അപ്പോൾ നമുക്കിനി അത്ര പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ പുറത്തത്തെ ലോഡ് അങ്ങോട്ട് എടുത്ത് വെച്ചാൽ മാത്രം മതി. പുറത്ത് ലോഡ് വന്ന് വീഴുമ്പോൾ നമ്മൾ അതെടുത്ത് ഷെൽഫിൽ കൊണ്ട് വയ്ക്കാം. പിന്നെ അതിന് നമുക്ക് ആളിനെ സെറ്റാക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഒരാൾ നിൽക്കും നമ്മുടെ ഡോറിൻ്റെ അവിടെ. ആൾ പോയിട്ട് ലോഡൊക്കെ എടുത്ത് നമ്മുടെ ഷെൽഫിൽ വെച്ചോളും. അതൊക്കെ നമുക്ക് വഴിയെ നമുക്ക് എല്ലാം റെഡിയാക്കാം. ഇപ്പോൾ ഇയാൾ പണിയെടുക്കട്ടെ ഗൈസ്. കുറച്ച് നമ്മൾ എന്തായാലും പൈസ കൊടുക്കണ്ടല്ലോ, $80. അപ്പോൾ ഈ നമ്മൾ നമ്മുടെ സ്റ്റോറും കാര്യങ്ങളും ഓപ്പണൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും 2 ആൾക്കാരൊക്കെ വന്നു ഗൈസ്. നമ്മുടെ ക്യാഷർ നല്ല അടിപൊളിയായിട്ട് പണിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞ പോലെയൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് അപ്പം നന്നായിട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. നമുക്ക് ഇതുകൂടെ ഉണ്ട് ഗൈസ്. നമ്മുടെ കട എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും നമുക്ക് കുറച്ച് പേരിനെയൊക്കെ നിർത്താൻ ഗൈസ്. ഇപ്പോൾ നമുക്ക് തൽക്കാലം ഒരാൾ മതി. അതിനുള്ള സെറ്റപ്പ് ആയിട്ടുള്ളൂ നമ്മുടെ കടയ്ക്ക്. ഇനി നമുക്ക് വഴിയെ എല്ലാം സെറ്റാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ കൂട്ടരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം വരുന്നവർക്ക് എല്ലാവർക്കും ബൈ ഗൈസ്.